ഹായ് സുഹൃത്തുക്കളെ, അപ്പം ഇന്നൊരു ബോട്ടിക്കഥ പറയാം കേട്ടോ. ഇത് 3 പോത്തിൻ്റെ ബോട്ടിയാണ്. കുടൽ എന്ന് പറയും കൊല്ലം ഭാഗത്തൊക്കെ. അപ്പോൾ കുടൽ ഇതേപോലെ ഇങ്ങനെ നല്ല ശുദ്ധവെള്ളത്തിൽ കഴുകിയിട്ട് അത് ചുടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ അതിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ ഇങ്ങനെ സ്പൂൺ വെച്ച് വടിച്ചെടുക്കാൻ കഴിയും കേട്ടോ. മാമി ഇതിങ്ങനെ വടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനം ഉണ്ടായതുകൊണ്ട് തന്നെ ഒത്തിരി നേരം പ്രയാസപ്പെട്ടിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ക്ലീനാക്കി ഇതുപോലെ ഇങ്ങനെ സ്പൂണും കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വടിച്ചെടുത്ത് നമ്മളിവിടെയൊക്കെ പറിച്ച് കളയാറുണ്ട്. ചില ഭാഗങ്ങളൊക്കെ പറിച്ച് കളയാനും എളുപ്പമാണ്, പാട പിടിച്ച് കളയാൻ. മറ്റേതിങ്ങനെ ചുടുവെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കാം. അത് ക്ലീനാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ആലിമൊക്കെ ഇങ്ങനെ വെട്ടി കണ്ടിച്ച് ചെറിയ ചെറിയ പീസാക്കി എടുത്തു. നല്ല അടിപൊളിയാക്കി വെട്ടി സഹായിച്ചിരിക്കുകയാണ്, വെട്ടിത്തന്നു. നമുക്കറിയാം അതിൻ്റെ വെള്ളം തെറിച്ചിട്ടൊക്കെ ഡ്രസ്സൊക്കെ മലിനാവും. അതൊക്കെ ആ സ്മെല്ലും അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും വകവെക്കാതെ നമ്മൾ ക്ലീനാക്കി വെള്ളം ചൂടാക്കി തിളപ്പിച്ച് പിന്നെ അത് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് പിന്നെ ചട്ടി വെച്ച് ഉണ്ടാക്കുന്ന കാര്യം പറയാണ്. നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും ജീരകം ഇട്ട് ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലപ്പൊടികൾ ഇടണം, ഉപ്പിടണം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇത്രയും മസാലകളാണ് അതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. മസാലകളൊക്കെ നല്ല മൂപ്പിച്ചെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഈ മസാല പൊടികളൊക്കെ ഇട്ടിട്ട് നന്നാക്കി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇച്ചിരി കറിവേപ്പില പൊട്ടിച്ച് അതിനകത്തിടുക. കറിവേപ്പിലിൻ്റെ മണവും ഇതൊക്കെ ഇടുക. മസാലയുടെ മണമൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് മസാലയുടെ മണമൊക്കെ പോകുന്നത് വരെ, പച്ചമണം മാറി കിട്ടുന്ന വരെ നന്നായി വഴറ്റി കൊടുത്ത് നമുക്ക് ഇതൊക്കെ നമ്മളെ പെണ്ണുമ്പിള്ളക്ക് പറ്റാത്തൊരു സംഭവമാണത്. അവള് മൂക്കും പൊത്തിപ്പിടിച്ച് ഫ്രിഡ്ജിനൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. മാമിയും കഴിക്കൂല, അവളും കഴിക്കൂല. പക്ഷെ മാമി ഉണ്ടാക്കാനൊക്കെ കൂടിത്തരും. എല്ലാത്തിനും ഉഷാറായിട്ട് നന്നായിട്ട് വരട്ടി ഉഷാറായിട്ടുണ്ട്. നമ്മളെ ചെറുക്കനെടുത്ത് സാമ്പിൾ നോക്കി ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചോറും കൂട്ടി കഴിക്കാൻ പോവാണ്.